ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 8 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാതിരുന്ന പഴയ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ ഉപേക്ഷിച്ച് സ്വന്തം സമാധാനത്തിനും പുതിയ തുടക്കങ്ങൾക്കുമായി മുന്നോട്ടു പോകാനുള്ള ആ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്നതെന്നും എവിടെയാണ് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയപ്പെടുന്നതെന്നുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സെൽഫ് ഡിസ്കവറി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ്. പിന്നെ നിങ്ങളെ സങ്കടപ്പെടുത്തിയതോ അല്ലെങ്കിൽ മാനസികമായിട്ട് തളർത്തിയതോ അതല്ലാന്നുണ്ടെങ്കിൽ അത്ര തൃപ്തി നൽകാത്തതോ ആയ ഒരു സാഹചര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ചില വ്യക്തിബന്ധത്തിൽ നിന്നോ നിങ്ങൾ മാറി നിൽക്കാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടമല്ല സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ് പുതിയതും നല്ലതുമായ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷം ലഭിക്കുന്നത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഏതു വ്യക്തിയിൽ നിന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അവിടേക്ക് നിങ്ങൾ മാറി തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുൻകൈ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു നേതൃത്വം നൽകാനോ ഒക്കെയുള്ള ചില അവസരങ്ങൾ ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ആളുകൾ നിങ്ങളുടെ വാക്കിന് വില നൽകുകയും നിങ്ങളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. അതായത് മുൻപ് നിങ്ങളുടെ വാക്കുകൾക്ക് വില തരാതിരുന്ന ആളുകൾ ഈ ഒരു സമയം നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകുന്ന ചില സാഹചര്യങ്ങൾ വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ അവിടേക്ക് വലിയ വിജയം, അതല്ലാന്നുണ്ടെങ്കിൽ പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ ചില അവസരങ്ങൾ, ഇതെല്ലാം നിങ്ങളെ തേടിയെത്താനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ അംഗീകാരങ്ങളും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ ഒരു ശക്തനും അല്ലെങ്കിൽ അനുഭവ സമ്പന്നനും ആയ നിങ്ങളെ പിന്തുണയ്ക്കുന്നതുമായ ഒരു വ്യക്തിയുടെ, അത് ഇവിടെ ഒരു മുതിർന്ന പുരുഷനാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു വഴികാട്ടലോ ഒക്കെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ സഹായമെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും ആ വ്യക്തി വഴി നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി നേരിട്ട് സാമ്പത്തിക സഹായം നൽകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം പണം സമ്പാദിക്കാൻ തക്ക മികച്ച ഒരു അവസരമുണ്ടാക്കി തരാനോ ഒക്കെയുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തടസ്സങ്ങളെയെല്ലാം
കാറ്റിൽ പറത്തി മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം അധികാരം, വിജയം, മികച്ച ആശയങ്ങൾ, കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ആ ഒരു പ്രാപ്തി, ഇതെല്ലാം ഈ വരും ദിവസങ്ങളിൽ നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ അർഹിച്ച നീതി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മുൻപ് നിങ്ങൾ നേരിട്ട അനീതികൾക്കോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾക്കോ അതല്ലാന്നുണ്ടെങ്കിൽ അർഹിച്ച പ്രാധാന്യം ലഭിക്കാത്ത ചില അവസ്ഥകൾക്കോ ഒക്കെ ഇവിടെ മാറ്റം വരുന്നു എന്നാണ്. നിങ്ങൾ സത്യസന്ധമായി ചെയ്ത കാര്യങ്ങൾക്ക് അർഹമായ ഫലവും അംഗീകാരങ്ങളും ഈ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ലഭിക്കുമെന്നും കാണുന്നുണ്ട്. മാത്രമല്ല ഇൻഷുറൻസ് തുക അല്ലെങ്കിൽ മറ്റുള്ളവർ തിരിച്ചു നൽകാനുള്ള പണമുണ്ടെങ്കിൽ ആ ഒരു പണം, ഇവയെല്ലാം നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചു ലഭിക്കാനുള്ള വലിയ സാധ്യത തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുതിയ കരാറിലോ അല്ലെങ്കിൽ പുതിയ പങ്കാളിത്തത്തിലോ ഒക്കെ നിങ്ങൾ ഒപ്പുവെക്കാനുള്ള ആ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പിക്കാനുമൊക്കെ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണിത്. ഇവിടെ നിങ്ങൾ പുതിയ കരാറിലൊക്കെ ഒന്ന് സൈൻ ചെയ്യുന്ന ഒരു അവസരം നിങ്ങൾക്ക് വരുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഡെവിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനോ അല്ലെങ്കിൽ അനാവശ്യ ചിലവുകളിലേക്ക് പോകാതിരിക്കാനും ഒക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വലിയ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും അർഹിച്ച നീതിയും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ അത് സ്വന്തമാക്കാൻ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്ന പേടികളിൽ നിന്നും, നെഗറ്റീവ് ചിന്തകളിൽ നിന്നും, അനാവശ്യമായ ആശ്രയത്വങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും പഴയ ശീലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്നോ ഒക്കെ സ്വയം മോചിതനാകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾ മാറി നിൽക്കണം എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങളിൽ നിന്ന് പൈസ തട്ടാനുള്ള ചില ശ്രമങ്ങൾ ചില വ്യക്തികൾ നടത്തുമെന്നാണ് കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ അവരുടെ കെണിയിൽ നിങ്ങൾ അകപ്പെടരുത് എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോട് വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരേ സമയം ഒന്നിലധികം വഴികളും അവസരങ്ങളും ഒക്കെ തുറക്കപ്പെടും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ തൊഴിലിലോ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലോ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ തെളിയും എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പുതിയതും മികച്ചതുമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ പുറത്ത് കാണുന്നത്ര മികച്ചതാകണം എന്നില്ല. അതിനാൽ നിങ്ങൾ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായേക്കാം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്നുള്ള ആകർഷണങ്ങളിൽ വീണു പോകരുത് എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതുവരെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും ഒക്കെ മാറി കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ അനുഭവ പരിചയവും ബുദ്ധിയും ഉപയോഗിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുമാത്രമല്ല ഹെൽത്തി ബൗണ്ടറീസ് നിങ്ങൾ വയ്ക്കും. അതായത് നിങ്ങളുടെ സമാധാനവും സമയവും മറ്റുള്ളവർ അനാവശ്യമായി അപഹരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ചില ബൗണ്ടറീസ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിലോ അല്ലെങ്കിൽ വ്യക്തികളിലോ നിങ്ങൾ
സംശയം മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത നിങ്ങളുടെ മുന്നിൽ വ്യക്തമാകുന്ന ചില അവസരങ്ങൾ ഈ ഒരു സമയം വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് സത്യസന്ധമായി തുറന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനിവിടെ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചിന്തകളും ആവശ്യങ്ങളും മടിയില്ലാതെ വ്യക്തമായിട്ട് മറ്റുള്ളവരോട് തുറന്നു പറയാൻ നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ചില ചിന്തകളെയും ചില വിഷമകരമായ ബന്ധങ്ങളെയും ധൈര്യപൂർവ്വം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ചില ശ്രമങ്ങൾ നിങ്ങൾ നടത്തുമെന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മവിശ്വാസവും വിവേകവും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതിനാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ അനാവശ്യമായി കടുപ്പമേറിയതാകാതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അർഹിക്കുന്ന ഫലം ഈ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പൈസ ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും പുതിയ തുടക്കമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പുതിയൊരു പ്രണയം അല്ലെങ്കിൽ പുതിയ ചില സൗഹൃദങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ മെച്ചപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുമെന്നും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണിത്. പാസ്റ്റിൽ നിങ്ങളുടെ മനസ്സിനേറ്റ വിഷമങ്ങളിൽ നിന്നും ആ ഒരു മുറിവുകളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസം ലഭിക്കും. മനസ്സ് കൂടുതൽ ശാന്തമാകുന്ന ഒരു സമയമാണിത്. മാത്രമല്ല നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളിലെ സർഗാത്മക കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശരിയായ ഇൻഡ്യൂഷൻ അത് നിങ്ങൾക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. എംപ്രസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അബൻഡൻസ് ആൻഡ് ഗ്രോത്ത് ആണ്. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു തൊഴിലിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ വലിയ രീതിയിലുള്ള വളർച്ചയും ഭൗതികമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് വിജയിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ കല, എഴുത്ത്, ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ ഈ സമയം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഒരു പുതിയ പ്രോജക്റ്റോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഒക്കെ ഒരു തുടക്കം കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു സമയമാണ് ഈ ഒരു സമയം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ പുതിയ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനായിട്ട് പുതിയ മാർക്കറ്റിംഗ് ഐഡിയാസ് കൊണ്ടുവരാനും തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ആകർഷകമായി തോന്നുന്ന തരത്തിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒരു നിർമ്മിച്ചെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ചിലപ്പോൾ പുതിയ ചില വിഭവങ്ങൾ പരീക്ഷിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ യൂട്യൂബ് റീൽസ്, വീഡിയോകൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ചെയ്യുന്നതുമാകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മുൻപ് ചെയ്ത ജോലികൾക്കോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിനോ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് പ്രശംസയും അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ മറ്റു വ്യക്തികളുമായി ചേർന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ മികച്ച പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുമെന്നും കാണുന്നുണ്ട്. അങ്ങനെ
ചില ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊഴിലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബിയിലോ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നിങ്ങളുടെ ആ ഒരു സ്കില്ല് അത് വർദ്ധിപ്പിക്കാനും ഒക്കെ ഇവിടെ അനുയോജ്യമായ ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനു പറ്റിയ ചില അവസരങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു പദ്ധതികൾ ഇതെല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ തരുന്ന രീതിയിൽ ശക്തമായിട്ട് ഇവയെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ടീം വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായിട്ട് പങ്കുവയ്ക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ഒന്ന് തയ്യാറാവുക. അപ്പോൾ അതിന് നിങ്ങൾ മടി കാണിക്കരുത് എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ കൂടെയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെയാവാം. അപ്പോൾ നിങ്ങളൊരു ടീമായിട്ട് നിന്ന് ഇവിടെ പല കാര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടോ ഒക്കെയുള്ളൊരു യാത്ര ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. അവരുമായി ചേർന്ന് നിങ്ങൾ കുറേയധികം സമയം എൻജോയ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ചെയ്തൊരു വർക്ക് അത് സക്സസ് ആയതിനു ശേഷം നിങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി ആകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ കാലം കൊണ്ട് അടഞ്ഞിരുന്ന് അല്ലെങ്കിൽ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇരുന്ന് ഒന്ന് ഉൾവലിഞ്ഞിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തൊന്ന് പുറത്തു പോകേണ്ട അവസ്ഥയുണ്ടാകും. മാത്രമല്ല നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്ന ആ ഒരു അവസ്ഥ ബ്രേക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ ആൾക്കാർക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനർജി തരുന്ന ഒരു വാർത്ത ഈ സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഈ സമയം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതുപോലെ ഒരു റീയൂണിയൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ തീർച്ചയായിട്ടും ഈ സമയം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആ ഒരു തന്ത്രങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മൾ കാണുന്നത് പോലെ നല്ലവരാകണം എന്നില്ല. നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും എന്നാൽ അവരുടെ ഉള്ളിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗെയിമുകളും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായി സഹകരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പങ്കുവയ്ക്കുമ്പോഴും ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങളെയും കപടനാട്യങ്ങളെയും കരുതലോടുകൂടി നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ആത്മാർത്ഥതയില്ലാതെ നടന്നിരുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന അനാവശ്യ സാഹചര്യങ്ങളുടെയോ യഥാർത്ഥ ആ ഒരു നിഴല് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സമയം വെളിപ്പെടുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾക്ക് വലിയൊരു സുരക്ഷാ കവചമായി മാറുമെന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി. അപ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെയുള്ളത്, നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നതും ഒക്കെ ആരാണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം വ്യക്തമാകും. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു അകലം പാലിക്കാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ ചുറ്റുമുള്ള ചതിക്കുഴികളിൽ വീഴാതെ പ്രപഞ്ചം നിങ്ങളെ രക്ഷിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആരെന്ത് തന്നെ ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്തെങ്കിലും മോശം പറഞ്ഞാൽ പോലും അതൊന്നും നിങ്ങളെ ഇവിടെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം പ്രപഞ്ചം
കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ട്ലിനെസ്സും അതുപോലെ പ്രൊജക്ഷനും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യാതൊരു കണ്ടീഷനുകളും ഇല്ലാതെ, ഉപാധികളില്ലാതെ സ്നേഹവും സൗഹൃദവും അനുഭവിച്ചറിയാൻ ഈ ഒരു സമയം കഴിയുമെന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ വെറുതെ വിചാരിച്ചു കൂട്ടിയിരുന്ന തെറ്റിദ്ധാരണകളും സംശയങ്ങളും മാറി കാര്യങ്ങളൊക്കെ വ്യക്തതയോടെ ഈ ഒരു സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. ചില തെറ്റിദ്ധാരണകളൊക്കെ ഈ ഒരു സമയം മാറുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമുക്ക് ചില വ്യക്തികളോടുള്ള തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് നമ്മളോടുള്ള ചില തെറ്റിദ്ധാരണയായിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയം മാറി തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. അതായത് മറ്റുള്ളവരിൽ നമ്മൾ കാണുന്ന ദേഷ്യമോ അകൽച്ചയോ അല്ലെങ്കിൽ സ്നേഹമില്ലായ്മയോ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ പേടികളോ അല്ലെങ്കിൽ ആകുലതകളോ ഒക്കെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം. അതിനാൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഒന്നിനെയും അല്ലെങ്കിൽ ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. മാത്രമല്ല, നമ്മളെപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ പങ്കാളിക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് നൽകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അവരുടെ വ്യക്തിത്വം നിലനിർത്താൻ നമ്മൾ അനുവദിക്കുക. അപ്പോൾ നമ്മൾ ഒരാളെ കീഴ്പ്പെടുത്താനോ അവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനോ ശ്രമിക്കാതെ പരസ്പരം ബഹുമാനിച്ച് ഒരുമിച്ച് വളരുകയാണ് ചെയ്യേണ്ടിയത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ എപ്പോഴും നമ്മൾ പങ്കാളിക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കാകട്ടെ അവരുടേതായിട്ടുള്ള ആ ഒരു പേഴ്സണൽ സ്പേസ് നൽകാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റാരുടെയും കൈകളിൽ കൊടുക്കാതെ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്ത് ഇവിടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സ്നേഹം അല്ലെങ്കിൽ സമൃദ്ധി, പുതിയ അവസരങ്ങൾ, അംഗീകാരങ്ങൾ ഇവയെല്ലാം കടന്നു വരുന്ന ഒരു സമയമാണിത്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി നിങ്ങൾ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് എല്ലാവരെയും ഒരുപോലെ നിങ്ങൾ വിശ്വസിക്കരുത്. ആളുകളുടെ കപട നാടകങ്ങളെയും അല്ലെങ്കിൽ അവരുടെ കള്ളത്തരങ്ങളെയും ഒക്കെ തിരിച്ചറിയാൻ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശബ്ദവും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദോഷകരമായ ബന്ധങ്ങളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് നിങ്ങൾ നിശ്ചയിച്ച് മാറി നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.